ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് ഒരു ബിരിയാണി വെക്കാൻ പോവാണ്. ഇതാദ്യത്തെ വ്ളോഗാണ്. നമ്മൾ റൈസ് ഉണ്ടാക്കാനായി കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും നെയ്യും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പട്ട, ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, നന്നായി ചെറുതാക്കിയത്. ഇതിലേക്ക് നമുക്ക് വാടിയ ചെറിയൊരു സ്മെല്ല് വരുമ്പോൾ നേരെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അരി മെല്ലെ മെല്ലെ ചേർക്കാം. ഒന്ന് കുറച്ച് നേരം ഇളക്കി അരിയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇത് 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ റൈസിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമ്മളിപ്പോൾ 1 കിലോ റൈസിന് വേണ്ട വെള്ളമെല്ലാം കുതിർത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ഒരു ചെറുത് പകുതിയായിട്ട് മുറിച്ചിട്ട് പിഴിഞ്ഞു കൊടുക്കാം. മെല്ലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുക്കർ അടച്ച് 1 വിസിൽ കേൾക്കുന്ന വരെ അടച്ചു വയ്ക്കാം. ചിക്കൻ വറുത്ത് കോരാനായി നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നു. നമുക്കിനി ഓരോ പീസായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യത്തിന് സബോള, ഈ ആവശ്യത്തിനൊക്കെ ആൾക്കാരോട് പറഞ്ഞ ആൾക്കാർ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തക്കാളി ചേർക്കാം. പൊടിയില്ലാത്ത 2 ടീസ്പൂൺ തൈര് ചേർക്കാം. വറുത്ത് വെച്ച ചിക്കൻ ഇടാം. ഇടാനായി നമ്മൾ ആദ്യം ഇതിലേക്ക് ചിക്കൻ ഇടുന്നു. കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇതിലേക്ക് ഗരം മസാല, പാല് മിക്സ് ആക്കിയിട്ടുള്ള സ്പെഷ്യൽ ചേരുവ. നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായിരിക്കുന്നു. ഓക്കെ ഗായ്സ്, ബൈ.